മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ആകാശത്തോട് മുട്ടി നിൽക്കുന്ന മാങ്കി തുങ്കി എന്ന മലനിരകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ജൈന പ്രതിമ ഉള്ളതും ഇവിടെയാണ്. 108 അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത അത്ഭുതം. 3500ഓളം സ്റ്റെപ്പ് കയറി ചെല്ലുന്ന മാങ്കി തുങ്കി എന്ന മലനിരകളും അവിടുത്തെ ജൈന ക്ഷേത്രങ്ങളും ഗുഹകളും പ്രകൃതി ഭംഗിയും നിങ്ങളുടെ കണ്ണു തള്ളിക്കും. ആത്മീയതയും ചരിത്രവും പ്രകൃതിയും ഒത്തുചേരുന്ന ഈ സ്ഥലത്തേക്ക് എൻ്റെ ഒപ്പം ഒന്ന് പോയി വന്നാലോ? ഇറ്റ്സ് മീ ആദു. അങ്ങനെ ഹംപിയൊക്കെ കണ്ടിറങ്ങി നമ്മളിനി നേരെ പോകുന്നത് മഹാരാഷ്ട്രയ്ക്കാട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1200 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് മഹാരാഷ്ട്രയ്ക്ക്. മഹാരാഷ്ട്രയിൽ ഒരുപാട് കാണാനുണ്ട്. മഹാരാഷ്ട്ര എത്ര ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത്രയും സ്ഥലങ്ങൾ മഹാരാഷ്ട്രയിൽ കാണാനുണ്ട്. പിന്നെ ചൂട് ഭയങ്കരമാണ്. ഈ ഒരു ടൈമിലാണോ മഹാരാഷ്ട്ര ട്രിപ്പ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറച്ചുകൂടെ മഴയുള്ള സമയത്തായിരിക്കും മഹാരാഷ്ട്രയിലെ കുറച്ചുകൂടെ ഭംഗി. അതായത് ആ ഒരു ഗ്രീനറിയും ആ ഒരു മഞ്ഞും ഫോഗ് കിട്ടണമെങ്കിൽ മഴയുള്ള സമയത്ത് തന്നെ വരണം. ഇപ്പോൾ ഇവിടെ 38 ഡിഗ്രിയാണ് ചൂട്. അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലായതുകൊണ്ട് ഒത്തിരി ദൂരം ഒരു ദിവസം ഓടിക്കാൻ പറ്റില്ല. 2 ദിവസം കൊണ്ട് ഓടിച്ചെത്താനാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. ഏകദേശം 550 കിലോമീറ്റർ ഞാൻ ഓടിച്ച് മഹാരാഷ്ട്രയിലെ ബോർഡറിൽ കയറി. ഇന്നിനി എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വീണ്ടും യാത്ര തുടരാമെന്ന് വിചാരിച്ച്. ഇന്നിവിടെ എനിക്ക് ടെൻ്റ് അടിക്കാനുള്ള ചെറിയൊരു സൗകര്യം കിട്ടിയതുകൊണ്ട് ഞാനിന്നിവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ തന്നെയാണ് കൂടാമെന്ന് വിചാരിച്ച്. ഞാൻ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ പമ്പിലെ സ്റ്റാഫൊക്കെ വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓൾ ഇന്ത്യ റൈഡാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുകയാണ് അവർ. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ്, ഫ്യൂവൽ എക്സ്പെൻസ് എത്ര വരും, ഈ വണ്ടി കാണുമ്പോൾ ഉള്ള ആളുകളുടെ ആകാംക്ഷയിൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ. എന്തായാലും ഞാൻ ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് നാളെ രാവിലെ തന്നെ എണീച്ചിട്ട് ഇവിടുന്ന് മഹാരാഷ്ട്ര യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, കൊച്ചിയിൽ നിന്ന് അങ്ങനെ വണ്ടി എടുത്തിട്ട് 3000 കിലോമീറ്ററായി. നമ്മൾ ആദ്യം നേരെ കർണാടക പോയി. കർണാടക ബദാമി ഹംപി എല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്ര വെയിലാണ്. മഹാരാഷ്ട്രയിലെ മാങ്കി തുങ്കിൽ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈന പ്രതിമയുള്ള സ്ഥലമാണ് ഈ മാങ്കി തുങ്കി. അത് കാണാനാണ് ഞാനിന്ന് പോണത്. നല്ല വെയിലുണ്ട്, എന്നാലും അടിപൊളി സ്ഥലമാണ്. ഇവിടം തൊട്ടാണ് മാങ്കി തുങ്കിയിലെ ശരിക്കും കാഴ്ചകൾ കാണുന്നത്. ഇവിടുത്തെ ടെറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ അങ്ങ് ദൂരെ കാണാനുണ്ടോ, ഇവിടെ മുതൽ ഫുള്ള് ഇങ്ങനത്തെ ടെറൈൻ. ഇതുണ്ടോ, ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂറോടെ യാത്രയുണ്ട്. പക്ഷെ ഇവിടെ മുതൽ മാങ്കിത്തുങ്കിയുടെ കാഴ്ചകളാണ് തുടങ്ങുവാണ്. നമ്മുടെ വണ്ടിയുടെയൊക്കെ അവസ്ഥ ഉണ്ടോ, വണ്ടിയൊക്കെ ഫുള്ള് പൊടിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന വഴി എനിക്ക് ചെറിയൊരു വെള്ളമുള്ളൊരു ചെറിയൊരു തടാകം പോലൊരു സ്ഥലം കിട്ടി. ഞാൻ അവിടെ നിർത്തി വണ്ടി ഫുള്ള് അങ്ങോട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇങ്ങോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട്. 2 സൈഡിലും നല്ല രീതിയിലുള്ള ടെറൈൻ ഉണ്ട്. അത് വ്യത്യസ്തമായ പല ടൈപ്പ് ടെറൈനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങോട്ടൊക്കെ മൊത്തത്തിൽ റോഡ് പണിയാണ്. അത് കാരണം നല്ല രീതിയിലുള്ള പൊടിയും പല സ്ഥലത്തും ഇതേപോലെ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ആ ഒരു ടെറൈനൊക്കെ ഉണ്ടാകും, നല്ല രസമുണ്ടല്ലേ. ഒരു വേനലാണെന്നുണ്ടെങ്കിലും ഈ ടെറൈനൊക്കെ കാണാൻ വേറൊരു രസം. ചുവന്നിരിക്കുന്ന ടെറൈൻ. മഹാരാഷ്ട്രയിലെ KSRTC ബസ് കണ്ടോ, എന്തായാലും ഇതിനും വേദം നമ്മുടെ KSRTC. ഇവിടുത്തെ പാട്ട പോലെയായി. ഇവിടെ നോക്കി ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മാങ്കി തുങ്കി കാണാട്ടോ. ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാട്ടോ. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നെന്ന് തോന്നുന്നു അതിൻ്റെ അടുത്തേക്ക്. മാപ്പിലൊരു 4 മിനിറ്റോടെ ഇനിയും കാണിക്കുന്നുണ്ട്. ദേ ആ കാണുന്നു മാങ്കി തുങ്കി. അങ്ങോട്ട് കയറിപ്പോണ ആ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ. കാരണം നമ്മൾ ഹംപിയിൽ
ആഞ്ജനേയ ഹിൽസിൽ പോയപ്പോൾ കണ്ടില്ലേ, അതേപോലെ തന്നെ സ്റ്റെപ്പുകളുടെ അങ്ങനെ. ഫൈനലി അങ്ങനെ നമ്മൾ എത്തി മാങ്കി തുങ്കിയിലേക്ക്. तमिल में पूजा बोलते हैं, कोयल कोयल കോവിൽ. ആ कोयल, दिस कोयल, टेम्पल हिल, टेम्पल ऊपर में കോവിൽ. कोयल, caves, caves. ഓക്കെ. Mangitunggi caves, 7 of caves. There is 3 caves. മാങ്കി Mangigiri, മാങ്കി this Tungigiri. ദിസ് തുങ്കിഗിരി. हाँ. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ മാങ്കി തുങ്കിയിലെത്തി. പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ 3 മണി വരെയാണ് മേളിലേക്ക് കയറ്റി വിടുള്ളൂ. കാരണം 3500ഓളം സ്റ്റെപ്പ് നമുക്ക് കയറിയിട്ട് വേണം മേളിലെത്താനായിട്ട്. അപ്പോൾ അതേപോലെ തിരിച്ചിറങ്ങി വരാനൊക്കെ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് ആരും കയറ്റി വിടൂല. ഇനിയിപ്പോൾ എന്തായാലും നേരെ പോയി റൂമൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്യാം. നാളെ രാവിലെ ഒരു 6 മണിക്ക് റിട്ടേൺ വന്നിട്ട് 6 മണിക്ക് കയറാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് മാങ്കി തുങ്കിയിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ കാണാൻ ആരും മറക്കല്ലേ. ഗുഡ് ബൈ. അങ്ങനെ രാവിലെ തന്നെ മാങ്കി തുങ്കി കാണാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും രാവിലെ തന്നെ ഇങ്ങനെ തീ കൂട്ടിയിട്ട് തീ കായുന്ന ആളുകളെ കാണാം. കാരണം അത്രയ്ക്കും തണുപ്പാണ് ഇവിടെ രാവിലെ തന്നെ. ഞാനും കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നിങ്ങനെ തീ കാഞ്ഞു. സൂര്യൻ ഉദിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു മാങ്കി തുങ്കിയുടെ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് മാങ്കി തുങ്കി കാണാനായിട്ട്. 3500 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആ മാങ്കി തുങ്കിയിലേക്ക് നമുക്ക് എത്താനായിട്ട്. നമസ്കാർ. नमस्कार, वेलकम, गुड मॉर्निंग, ഗുഡ് മോർണിംഗ്. हैप्पी जर्नी, बेस्ट जर्नी, वेलकम टू मांगी तुंगी. താങ്ക് യു. शूज निकाल दो, शूज. ഓ ആ സോക്സ്. No allow here socks. സോക്സ്. No allow here, no drinking, no smoking, no gutka, no chingam, no bidi, tamaku, cigarette. Injurious to health, no allow here. സോക്സ് നോട്ട്. No socks, nothing. Welcome. താങ്ക് യു. Go. യാ. ഇവിടെ നിന്ന് മൊത്തം 3500 സ്റ്റെപ്പ് കയറിയാലാണ് മാങ്കിയുടെയും തുങ്കിയുടെ അടുത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ ബാഗ് കുറച്ച് പ്രശ്നമായിപ്പോയി. എനിക്ക് ഇത്രയും ഞാനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ബാഗ് വേണമായിരുന്നു. എൻ്റെ ഈ ഒരു വലിയ ബാഗുള്ളൂ. അപ്പോൾ ഈ ഷോൾഡർ ബാഗ് ഇട്ടിട്ട് വേണം അത്രയും ദൂരം കയറാനായിട്ട്. ഇങ്ങനെ ഒരാകാശത്തിലേക്ക് കുറേ സ്റ്റെപ്പുകൾ, അതാണ് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഷൂവോ ഷോക്സോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും ഈ സ്റ്റെപ്പ് കയറുമ്പോൾ. കുറച്ച് സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു ക്ഷേത്രം കാണാം. അതിൻ്റെ ഉള്ളിലൊരു ബുദ്ധപ്രതിമയൊക്കെ ഉണ്ട്. ഇപ്പോഴും പൂജകളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ് ഈ മാങ്കി തുങ്കി ഉള്ളത്. ഇവിടെ ശരിക്കും 2 കൊടിമുടികളാണുള്ളത്. ഒന്ന് മാങ്കിയും ഒന്ന് തുങ്കിയും. ഈ രണ്ടിലും ജൈന ക്ഷേത്രങ്ങളാണുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ 2 ജൈന ക്ഷേത്രങ്ങൾക്കും. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജൈന പ്രതിമയുള്ളതും ഈ മാങ്കി തുങ്കിയിലാണ്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കിടക്കേണ്ട ഒരു വള്ളി കിടക്കണ പോലെയാണ്. ഈ മലയുടെ മുകളിലേക്ക് ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് എത്താനായിട്ട്. ജൈനക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത രീതിയിലുള്ള ചടങ്ങുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് കുറേ ചടങ്ങുകളൊക്കെ കാണാൻ പറ്റി. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വീഡിയോ എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ ചടങ്ങുകൾ നടത്തുന്ന സന്യാസിമാരാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ ഹൈറ്റിലാണ് ഇങ്ങനെ ആ ഒരു മാങ്കി തുങ്കിയൊക്കെ നിൽക്കുന്നതെന്നുള്ളത്. ഈ വരുന്ന സന്യാസിയാണ് ജൈനക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതിൽ ഒരാൾ. ഈ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഈ മാങ്കിയിലെ തുങ്കിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പൂജ നടത്തും. അതായത് ഈ സ്റ്റെപ്പ് എല്ലാ ദിവസവും ഒരു തവണ കയറി ഇറങ്ങുന്ന ഒരാൾ കൂടിയാണ്.
1 മണിക്കൂർ കൊണ്ട് 3000 സ്റ്റെപ്പ് കയറി ഞാനങ്ങനെ മുകളിലെത്തി. ഇനി ഇവിടെ വന്നപ്പോൾ ഇനി അടുത്ത ടാസ്ക് പറഞ്ഞാൽ നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈന പ്രതിമയുള്ള സ്ഥലം ഇതാണ്. ഈ സ്റ്റെപ്പ് ഫുള്ളും കയറിയിട്ടും വേണം അത് കാണാനായിട്ട്. അതിൻ്റെ ടോപ്പിലാണ് അതുള്ളത്. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആ പ്രതിമയുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് ചെല്ലുന്തോറും ഇവിടെ നിന്ന് നോക്കുന്ന ഒരു വ്യൂ അടിപൊളിയാട്ടോ. ഈ കാണുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈന പ്രതിമ. 108 അടി ഉയരമാണ് ഇതിനുള്ളത്. ഒറ്റ കല്ലിൽ തീർത്ത ഭഗവാൻ ഋഷഭദേവൻ്റെ പ്രതിമയാണിത്. 14 വർഷം 3000-ലധികം ശില്പികളെ കൊണ്ട് പണി തീർത്തൊരു ശില്പമാണിത്. ഒരുപാട് തീർത്ഥാടകരൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാട്ടോ ഇത്. സമുദ്രനിരപ്പിൽ നിന്നും 4300 അടി ഉയരത്തിലാണ് ഈ ഒരു പ്രതിമ നിൽക്കുന്നത്. ഈ മാങ്കിത്തുങ്കിയുടെ കുന്നിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ ഒരു പ്രതിമ വരുന്നത്. ജൈന പ്രതിമയൊക്കെ കണ്ടിറങ്ങി. ഇനി നമുക്ക് നേരെ മാങ്കിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് വീണ്ടും 1000 സ്റ്റെപ്പോടെ കയറാനുണ്ട്. 1000 സ്റ്റെപ്പ് കയറിയാലാണ് ഇനി നമുക്ക് മാങ്കിയിലെത്താൻ പറ്റുള്ളൂ. മാങ്കി ആദ്യം കണ്ടിറങ്ങാം. മാങ്കി കണ്ടതിന് ശേഷം നേരെ തുങ്കിയിലേക്ക് പോകാം. ഇതിൻ്റെ മേളിലായിട്ടാണ് മാങ്കി വന്നത്, ഓപ്പോസിറ്റ് സൈഡിലാണ് തുങ്കി വന്നത്. നമുക്കൊന്ന് പോവാം. നല്ല രീതിയിൽ തന്നെ നടക്കാനുണ്ട്. അത്യാവശ്യം നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാമുള്ളൂ. കാരണം നല്ല രീതിയിൽ ടയേർഡാവും. സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമുക്ക് തുങ്കി അങ്ങനെ അങ്ങ് ദൂരെ നിൽക്കണ കാണാം കേട്ടോ. ഭയങ്കര രസം. അത്യാവശ്യം നല്ല വെയിലുണ്ട്, എന്നാലും ഇവിടെ നോക്കുമ്പോൾ അടിപൊളിയല്ലേ. ഇത്ര നേരം കയറിയ സ്റ്റെപ്പ് പോലെയല്ല, ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കയറി പോകാനായിട്ട്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു ഭീകരത തോന്നുന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു നൂലിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നമ്മളൊരു നൂലൊക്കെ ഇടില്ലേ, അതുപോലെയാണ് ഇവിടെ കിടക്കുന്നത്. അത്രയും ലോങ്ങിനാണ് സ്റ്റെപ്പ് കിടക്കുന്നത്. ആ ഒരു സ്റ്റെപ്പൊക്കെ നോക്കി കുത്തനെ കിടക്കുക, നല്ല സ്റ്റീപ്പായിട്ട് കിടക്കുവാണ് സ്റ്റെപ്പൊക്കെ. ഇത്ര സ്റ്റെപ്പ് കയറി മുകളിലെത്തിയിട്ടും അതിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് തോന്നല്ല. 3500 സ്റ്റെപ്പ് കയറി വീണ്ടും 1000 സ്റ്റെപ്പോടെ നമ്മൾ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും തുങ്കിയുടെ അടുത്തേക്ക് എത്തണ പോലെ തോന്നല്ല. ഇപ്പോഴും തുങ്കി ദൂരെയാണ് ഇപ്പോഴും കാണുന്നത്. ആ കാണുന്നതാണ് തുങ്കി. അത്രയും ദൂരം നമുക്ക് നടക്കാനുണ്ട്. ശരിക്കും ഇവിടെ കാണുമ്പോൾ തൊട്ടടുത്ത് പോലെ ഉണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത പോലെയാണ് തോന്നണേ. പക്ഷേ ഇവിടെ നിന്ന് കുറേ നടക്കാനെന്നാണ് പറഞ്ഞത്. എന്തായാലും നടക്കാം. നല്ല വെയിലുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് മാത്രമേ നമുക്കിവിടെ കയറാൻ പറ്റുള്ളൂ. വൈകിട്ട് 3 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇന്നലെ ഞാൻ വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു വെയിലിൻ്റെ സമയത്ത് തന്നെ നമ്മളിത് കാണേണ്ടി വരും. അങ്ങനെ തുങ്കിയുടെ തൊട്ട് താഴത്തെത്തി. ഞാൻ ആദ്യം കയറി വന്നിട്ട് മങ്കിലേക്കും തുങ്കിലേക്കും തിരിഞ്ഞൊരു സ്പോട്ടില്ലേ, അവിടം വരെയാണ് നമുക്ക് 3500 സ്റ്റെപ്പ് പറയുന്നത്. ഇവിടെ നിന്ന് ഇനിയുണ്ട് തുങ്കിയിലേക്കുള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയുന്നത് ഒരു ആകാശത്തിലേക്ക് കയറുന്ന പോലെയുണ്ട്. മേഘങ്ങൾക്കിടയിലൊക്കെ കയറില്ലേ, അതുപോലെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ഇത് ഒരു 200 സ്റ്റെപ്പ് എന്നൊക്കെയാണ് പറയണത്. എനിക്ക് 200 സ്റ്റെപ്പായിട്ടോ തോന്നില്ല, ഒരു 500 സ്റ്റെപ്പെങ്കിലും ഉണ്ടാവും. ഇത് കണ്ടോ, ഒരു 500 സ്റ്റെപ്പെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ. ഇതിന് കൃത്യമായിട്ടൊരു എണ്ണം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ആകാശത്തിലേക്ക് നടന്ന് കയറണ പോലെയുണ്ട്. ഇപ്പോൾ ഒരു താഴത്തുനിന്ന് ഒരു 5000-6000 അടിയൊക്കെ മേളിലാട്ടോ ഈ നിൽക്കണേ. ഇവിടെയൊക്കെ മഴയൊക്കെ ഉള്ള സമയത്ത് വന്ന് നോക്കിയാൽ എന്തായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വേനലായതുകൊണ്ടാണ് ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. മഴക്കാലത്താണ് ഈ ഫോഗായിട്ട് മൊത്തത്തിലുള്ളൊരു വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. മാങ്കിയായിട്ട് അങ്ങടുത്ത് കാണണേ. ഈ തുങ്കിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ഇനി മാങ്കിലേക്ക് കയറാനായിട്ട്. എത്ര ദൂരെയാണ് നോക്കിയാൽ നിൽക്കണേ. നമ്മൾ എത്രമാത്രം ഹൈറ്റിലാണ് നിൽക്കണമെന്നറിയോ. ഏകദേശം ഒരു 4000-5000 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്ര ഉയരത്തിലാണ്. പിന്നെ ചെരുപ്പിടാത്തതുകൊണ്ട് അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് അത്ര കുഴപ്പമില്ല, അവർ
ചെരുപ്പിടാണെങ്കിൽ നടന്ന് ശീലമുള്ളതുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ ചെരുപ്പിടാണ് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റെപ്പൊക്കെ തീർന്ന് ഓൾറെഡി അതിൻ്റെ അടുത്തെത്തിയെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അതേ വീണ്ടും അടുത്തത്. എൻ്റെ അമ്മ ഇത് 500 സ്റ്റെപ്പും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കേ. വീഡിയോയിൽ കണ്ട് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടം വരെ എത്തിയപ്പോൾ കുറച്ചിങ്ങനെ നിരപ്പായൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം അതിൻ്റെ അടിയിലെത്തിയെന്ന്. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ അമ്മോ എന്താ ഒരു കാഴ്ച, എന്താണ് ഈ കാണുന്നത്? എൻ്റെ പൊന്നോ. അങ്ങോട്ട് നോക്കിക്കേ, കയറി അത്ര തന്നെ സ്റ്റെപ്പിന് വീണ്ടും കിടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് നടക്കുന്നവർ ഈ തുങ്കി മാറി 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 പോകാമെന്ന് എനിക്ക് തോന്നണേ. തുങ്കിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല അതെനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. എത്ര സമയം എന്നറിയാൻ നടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറായി നടക്കുള്ളൂ. വീഡിയോ ഒക്കെ പകുതി സ്കിപ്പ് ചെയ്തു നടക്കണേക്കെ. എന്നിട്ട് പോലും ഈ തുങ്കിയുടെ അടുത്ത് എത്തിയിട്ടുള്ള. നടന്ന് അങ്ങനെ ഫൈനലി ഞാൻ തുങ്കിയുടെ അടുത്തെത്തി. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കൊടുമുടികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കുന്നാണ് ഈ മാങ്കി. ജൈന തീർത്ഥാടകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ഒരു കുന്നിനും ക്ഷേത്രങ്ങൾക്കും. പല ജൈന തീർത്ഥാടകരുടെയും സാധുക്കളുടെയും മോക്ഷപ്രാപ്തിയുമായി ബന്ധപ്പെട്ടൊരു സ്ഥലം കൂടിയാണിത്. ഇനി ഇവിടുന്ന് ഈ ഒരു കുന്നിങ്ങനെ വലയം വച്ച് നമുക്ക് വരാം. ആ പോകുന്ന വഴിയിൽ തന്നെയുള്ള ശില്പികളും ക്ഷേത്രങ്ങളെല്ലാം കണ്ടൊന്ന് വലയം വെച്ച് വരാം. 5 ജൈന ക്ഷേത്രങ്ങളാണ് ഈ ഒരു മാങ്കി കുന്നിലുള്ളത്. ഈ കാണുന്നതെല്ലാം ഓരോ ക്ഷേത്രങ്ങളാണ്. ഈ മാങ്കിയിലും തുങ്കിയിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോഴും നിത്യപൂജ നടക്കുന്നുണ്ട്. ജൈന തീർത്ഥങ്കന്മാരുടെ പ്രതിമകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളത്. താഴേന്ന് നോക്കുമ്പോൾ ഈ ഒരു പാറ ഒരു ചെറുതായിട്ട് തോന്നും. നമുക്ക് പെട്ടെന്ന് വലയം വച്ച് തീർക്കാനൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ വലയം വയ്ക്കുമ്പോഴാണ് ഈ പാറയുടെ ഒരു വലിപ്പം മനസ്സിലാകുന്നത്. എത്ര നടന്നാലും ഇത് ഒരു റൗണ്ട് ഇങ്ങനെ നമുക്ക് തീർക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു പാറ തന്നെയാണ് ഇത്. അതുപോലെ ഈ ക്ഷേത്രങ്ങൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് ഈ പാറ തുരന്നിട്ടാണ്. പാറയുടെ അടിയിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം വരുന്നത്. തുങ്കി അങ്ങനെ മൊത്തത്തിൽ പെട്ടെന്ന് തന്നെ കണ്ടു തീർത്തു. നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനി നമുക്ക് പോകാനുള്ള മാങ്കിയാണ് ആ കാണുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ തുങ്കിലേക്ക് കയറി വന്നതുപോലെ തന്നെ ഒരു 500 സ്റ്റെപ്പിൻ്റെ അടുത്ത് അതേപോലെ തന്നെ 500 സ്റ്റെപ്പ് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും മാങ്കിയിൽ ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാനായിട്ട്. നമുക്ക് എന്തായാലും ഇനി മാങ്കി കണ്ടിട്ട് വരാം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി മാങ്കിയിലേക്കുള്ള സ്റ്റെപ്പ് തുടങ്ങുന്നത്. തുങ്കീനെ അപേക്ഷിച്ച് മാങ്കിയിലാണ് കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത്. ഞാനിപ്പോൾ തുങ്കിയിലേക്ക് കയറി വന്ന പോലെ തന്നെ ഇത്രയും സ്റ്റെപ്പുകൾ തന്നെ കയറി വേണം മാങ്കിയിലേക്ക് എത്താനായിട്ട്. ഉച്ചസമയമായിട്ട് പാറയ്ക്ക് ഇങ്ങനെ പൊള്ളി കിടക്കുവാണ്. ഈ കാലയിൽ ഷോക്സ് ഒന്നും ഇടാത്ത കാരണം ചെരുപ്പ് ഉപയോഗിക്കില്ല, ഷോക്സ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് കാല് നല്ല രീതിയിലുള്ള പൊള്ളലാണ്. തുങ്കിയിൽ കയറിയതുപോലെ തന്നെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് ഇങ്ങോട്ടും. നല്ല ചൂട് പൊള്ളുന്ന വെയിലത്താണ് ഞാൻ ഈ മല കയറി പോകുന്നത്. നമ്മൾ മാങ്കിയുടെ താഴെയാണുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാങ്കി ഇങ്ങനെ നമ്മളിങ്ങനെ വലയം വയ്ക്കുകയാണ്. വലയം വയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ സൈഡിലൊക്കെയാണ് ജൈന ക്ഷേത്രങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ആ ക്ഷേത്രങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ മാങ്കി ഇങ്ങനെ വലയം വച്ച് ഫ്രണ്ടിൽ വരാം. വെയിലായതുകൊണ്ടാട്ടോ കുറേ ഒന്നും ഞാൻ കാണിക്കാത്തത്. ഇവിടെ ഓരോ കുളങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുക, പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഇങ്ങനെ. ഇതുപോലെയുള്ള കാൽപ്പാടുകൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാറയിൽ തന്നെ ഇങ്ങനെ ഓരോ രൂപങ്ങളിങ്ങനെ കൊത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരെ വീണ്ടും ഒരു അടുത്ത കുളം. വെള്ളമൊക്കെ ഇങ്ങനെ പായൽ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കണ പോലെ. മാങ്കിയിൽ
7 ജൈന ക്ഷേത്രങ്ങളാണുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് എല്ലാം തന്നെ. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു പ്രതിഷ്ഠയുണ്ട്, പക്ഷെ അത് ഓപ്പൺ ചെയ്തേക്കാണ്. നമുക്കൊന്ന് കയറി നോക്കാം. ഇതിവിടുത്തെ വലിയൊരു ജൈന ക്ഷേത്രമാണ്, പക്ഷെ ഇത് ഫുൾ ക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഫുൾ ക്ലോസ് ചെയ്തേക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ചെല്ലുമ്പോൾ കുറേ രൂപങ്ങളൊക്കെ ഇങ്ങനെ കല്ലിലിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ട്, ഇതേപോലെ ഇങ്ങനെ കല്ലിലിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. കുളം ഫുള്ളിങ്ങനെ ഗ്രില്ല് വെച്ച് മറച്ചേക്കുവാണ്. ഇനി ഇവിടെ നമുക്ക് നടന്നു പോകുന്ന അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് കേട്ടോ. ഇവിടെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങളാണ്. ഈ ക്ലോസ് ചെയ്തതിന് എല്ലാം ഓരോ ക്ഷേത്രങ്ങളാണ്. ചിലത് മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ജൈനമതവിശ്വാസ പ്രകാരം മുക്തി നേടിയ നിരവധി ആചാര്യന്മാരുടെ സ്മരണാഞ്ജലികൾ കൂടിയാണ് ഈ ഒരു ക്ഷേത്രങ്ങളെല്ലാം. ഇവിടെയും കല്ലിൽ കൊത്തി ഒരുപാട് രൂപങ്ങൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടേ ആ പാറയുടെ അടിഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളിങ്ങനെ ഓരോ പ്രതിഷ്ഠകളാണ്. അതായത് ഇവിടം തൊട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് വെട്ടം വെളിച്ചമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ളും ഇതേപോലെ തന്നെ ഓരോ രൂപങ്ങളിങ്ങനെ കൊത്തി വെച്ചേക്കാണ്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ചെറുതും വലുതായിട്ട് ഒരുപാട് രൂപങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വലിയൊരു ഇതും കാണാം, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എണിച്ച് നിൽക്കാൻ പറ്റില്ല. കുനിഞ്ഞ് നിന്നാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പാറയ്ക്ക് അതിനുള്ള അത്ര ഒരു ഇതുള്ളൂ. നമ്മൾ നിൽക്കുന്ന മാങ്കിയുടെ അടിഭാഗമാണ് ഈ കാണുന്നത്. അടിഭാഗത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ജൈനക്ഷേത്രമാണ് ഈ കാണുന്നത്. അങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലം കാണാം. അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴും ഇതേപോലെ തന്നെ ശില്പങ്ങളാണ്. ഈ ശില്പങ്ങളെല്ലാം ഈ പാറക്കല്ലിൽ തന്നെ കൊത്തിയെടുത്തേക്കുന്നതാണ് കേട്ടോ. ഒരുപാട് രൂപങ്ങൾ നമുക്കിവിടെ കൊത്തിവെച്ചാൽ കാണാം. ഇവിടെ നിന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. എത്രയോ അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാവും. നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ഓരോ രൂപങ്ങൾ ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ചാൽ കാണാം കേട്ടോ. ചെറിയൊരു വഴി മാത്രമാണ് നമുക്ക് നടക്കാനുള്ളൂ. നമ്മൾ താഴ്ത്തു നോക്കുമ്പോൾ ചെറിയൊരു പാറയായിട്ട് തോന്നും, പക്ഷേ ഇത് നടന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പിലാണ് ഈ പാറ നമ്മൾ മൊത്തം വലയം വെച്ച് വരുന്നത്. ഇതിൻ്റെ ഒരു വശത്തേക്ക് വരുമ്പോൾ അവിടെയും ചെറിയൊരു കേവ് പോലെ കൊത്തിയിട്ട് അതിൻ്റെ ഉള്ളിലും ഓരോ രൂപങ്ങൾ കൊത്തിവെച്ചാൽ കാണാം കേട്ടോ. ഇത്രയൊക്കെയാണ് തുങ്കിയിൽ കാണാനുള്ളത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ് ഈ മാങ്കി തുങ്കി വരുന്നത്. മഴക്കാലത്തൊക്കെയാണ് നിങ്ങൾ മാങ്കി തുങ്കിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം അത്രയും ഭംഗിയായിരിക്കും. മഴയത്ത് ഈ ക്ലൗഡ് ബഡിലൊക്കെ ഇങ്ങനെ മാങ്കി തുങ്കി നിൽക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 4500 സ്റ്റെപ്പ് നമ്മൾ കയറി മുകളിലൊക്കെ എത്തിയിട്ട് ഇവിടെ നിന്നുള്ളൊരു കാഴ്ചകളൊക്കെ അത്രയും ഭംഗി തന്നെയാണ്. ഇത്രയൊക്കെയാണ് മാങ്കി തുങ്കിയിലെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആദു.